ഇതിലൂടെ പറയുന്നു, ദൈവകൃപ നിറഞ്ഞവളാണ് നീ, പരിശുദ്ധയാണെന്നാണ്, നിനക്ക് പാപമില്ലെന്നാണ്. ഇനി ഈ വീണ്ടും പറയുന്നു, 35 ലൂക്ക 1:35 പറയുന്നു, നിന്നിൽ നിന്ന് ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധനിൽ നിന്ന് പരിശുദ്ധയിൽ നിന്നേ പരിശുദ്ധന് ജനിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഉമിനീരിൽ പോലും നമുക്ക് ജന്മം നൽകുന്നവരുടെ, അതിന് പൂർവികരുടെയും ഒക്കെ സാന്നിധ്യമുണ്ടോ എങ്കിൽ കർത്താവിൽ അത് മറിയത്തിൽ ജന്മപാപം പോലുമില്ലാതെ, അതായത് പരിശുദ്ധയായ ജനനത്തിലേ വന്ന അമ്മയുടെ പരിശുദ്ധി അത് യേശുവിലുണ്ട്. യേശു അങ്ങനെ ആയിരിക്കണം. ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവ് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു രാജാവ് ഈ ലോകത്തിലില്ല. എല്ലാ ലോകത്തെ മുഴുവനെയും ഭരിക്കുന്ന ഒരു രാജാവ് ഈ ലോകത്തിലില്ല. ഇനി അഥവാ എന്ന് പറഞ്ഞാൽ ദൈവം ഒഴികെ, ഓക്കെ, മനുഷ്യരുടെ ഇടയിൽ അങ്ങനെ ഒരു രാജാവ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ലോകം മുഴുവനും ഇങ്ങനെ ഒരൊറ്റ രാജാവ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രാജാവ് ഒരു ദിവസം പറയുകയാണ്, ഈ ലോകത്തിൽ ഒരിക്കൽ പോലും വരച്ചിട്ടില്ലാത്ത, ആരും വരച്ചിട്ടില്ലാത്ത ഏറ്റവും സുന്ദരമായ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, അതായത് സുന്ദരമായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ചിത്രം വരയ്ക്കണമെന്ന് ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ കലാകാരനോട് പറയുകയാണ്. എന്നിരിക്കട്ടെ, ഞാനിത് സങ്കല്പിക്കാൻ പറയുകയാണ്. അങ്ങനെ ഒരു ആജ്ഞ രാജാവ് കൊടുത്തു. ഏറ്റവും മനോഹരമായ, ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും ആകർഷണീയമായ ചിത്രം, ഈ ലോകത്തിൽ ആരും ഒരിക്കലും വരച്ചിട്ടില്ലാത്ത ചിത്രം ഏറ്റവും വലിയ കലാകാരനോട്, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ കലാകാരനോട് പറയുന്നു എന്നിരിക്കട്ടെ. അപ്പോഴയാൾ അങ്ങനെയുള്ളൊരു ചിത്രം വരയ്ക്കാനായിട്ടുള്ള ക്യാൻവാസ്, എങ്ങനെയുള്ള ക്യാൻവാസ്? പഴത്തുണി എടുത്ത് വരയ്ക്കുമോ? പഴംതുണി കൊണ്ടുപോയി വെച്ച് വരയ്ക്കുമോ അതിൻ്റെ പുറത്ത്? അയാൾ എങ്ങനെയുള്ള ക്യാൻവാസ് അന്വേഷിക്കും? ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും ലാസ്റ്റിംഗ് ആയിട്ടുള്ള, എന്നേക്കും, അതായത് നിലനിൽക്കുന്ന, വർഷങ്ങളോളം, ഇങ്ങനെ കാലാകാലങ്ങളോളം നിലനിൽക്കുന്ന, ഏത് സീസണെയും ഏത് കാലാവസ്ഥയും അതിജീവിച്ച് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ, എല്ലാവരെയും ആകർഷിക്കത്ത രീതിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ക്യാൻവാസ്, ഏറ്റവും സുന്ദരമായ ക്യാൻവാസ്, ഏറ്റവും പരിശുദ്ധമായ ക്യാൻവാസ്, നിർമ്മലമായ ഒരു ക്യാൻവാസിലെ ഏറ്റവും സുന്ദരമായ ചിത്രം വരയ്ക്കാൻ ഇടയുള്ളൂ. അങ്ങനെയാണോ അല്ലയോ? ഇതൊരു സാമാന്യ, മനസ്സിലായോ? ഇത് യുക്തിക്ക് നിരക്കുന്നൊരു കാര്യമാണ്, യുക്തിസഹമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ലോകത്തിൽ ദൈവം വരച്ചിരിക്കുന്ന ഏറ്റവും സുന്ദരമായ ചിത്രം ആരുടേതാണെന്നറിയാമോ? ഈ ലോകത്തിൽ ദൈവം വരച്ച ഏറ്റവും സുന്ദരമായ ചിത്രം അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ, തൻ്റെ സ്വന്തം പുത്രൻ്റെതാണ്. തൻ്റെ സ്വന്തം പുത്രനെ നൽകാൻ തക്ക വിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്, അല്ലേ? യോഹന്നാൻ 3:16, അല്ലേ? ദൈവം അത്രയേറെ, അതായത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അങ്ങേയറ്റം മനുഷ്യകുലത്തോട്, ഈ ലോകത്തോട്, ഈ പ്രപഞ്ചത്തോട്, ഈ പ്രപഞ്ചത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി, പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ദൈവം ഈ ലോകത്തിൽ നൽകിയ ഏറ്റവും സുന്ദരൻ, ഏറ്റവും ഫലപ്രദമായ, ഏറ്റവും വിശ്വസ്തനായ, ഏറ്റവും അനുഗ്രഹീതമായ അവിടുന്ന് നൽകിയ വ്യക്തി അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ ഒരു ചിത്രമായി കണക്കാക്കാനാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ, ഈ ലോകത്തിൽ വരയ്ക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മഹത്തരമായ ചിത്രം, ഞാൻ പ്രതീകാത്മകമായി പറയുകയാണ് കേട്ടോ, കർത്താവ് ഒരു ചിത്രമല്ല, കർത്താവ് എന്ന വ്യക്തിത്വത്തെ ഒരു ചിത്രമായി കണക്കാക്കിയാൽ ദൈവം ഈ ലോകത്തിൽ വരച്ചിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും സുന്ദരമായ ചിത്രം കർത്താവായ യേശുക്രിസ്തുവിൻ്റെതാണ്, ലോകത്തിൻ്റെ മുഴുവൻ്റെയും രക്ഷകൻ്റെതാണ്. അങ്ങനെ കണക്കാക്കുമ്പോൾ ആ ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ക്യാൻവാസ് അതാരാണ്? ആർക്ക് പറയാം? പരിശുദ്ധ മറിയമാണ്. പരിശുദ്ധ മറിയത്തിലൂടെ മാത്രമാണ് ഈ ലോകത്തിലേക്ക് ദൈവം തമ്പുരാൻ പോലും വന്നത്. അത് മനസ്സിലായിട്ടുണ്ടോ അല്ലേ? ഈ ലോകത്തിൽ എല്ലാവരും കടന്നു വരുന്നത് അമ്മയാകുന്ന വാതിലിലൂടെയാണ്. അമ്മയാകുന്ന വാതിലിലൂടെ വരുന്ന ദൈവം തമ്പുരാൻ പോലും ഈ ലോകത്തിൽ പിറന്നു വീഴുന്നതിന് വേണ്ടി താൻ തിരഞ്ഞെടുത്തത് അമ്മയെയാണ്. അങ്ങനെ അമ്മയാകുന്ന ക്യാൻവാസിലൂടെ, അതുകൊണ്ടാണ് മറിയത്തോട് വന്ന് അനുവാദം ചോദിച്ചത്, അല്ലേ? എൻ്റെ പുത്രന് വന്ന് പിറക്കാൻ നിന്നെ തന്നെ സമർപ്പിക്കുമോ എന്നാ ചോദിച്ചത്, അല്ലേ? മറിയം എന്ത് പറഞ്ഞു? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ തിരുവചനം പോലെ സംഭവിക്കട്ടെ, അല്പം പോലും കുറയരുത്, നിന്റെ തിരുവചനം പോലെ സംഭവിക്കും, നീ എന്ത് പറയുന്നോ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിൻ്റെ പേരിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നോ അതൊക്കെ സംഭവിച്ചു കൊള്ളട്ടെ, എന്ത് ദുരിതം അതിൻ്റെ പേരിൽ വന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം ഭർത്താവ് അറിയാതെ
ഗർഭിണിയാകാൻ പോകുന്നു അവൾ. ദുരന്തമാണ് വലിച്ചു വയ്ക്കുന്നതേ, ദുരന്തമാണ് വലിച്ചു വയ്ക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഭർത്താവ് അറിയാതെ ഗർഭിണിയായാൽ അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മറിയം പറയുകയാണ്, എന്തും സംഭവിക്കട്ടെ, നിന്റെ വചനം, നിന്റെ ഹിതത്തോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ അത് നിർവഹിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആ സമർപ്പണം മുഖേന എന്തൊക്കെ ദുരിതങ്ങൾ എന്നെ തേടി വന്നാലും ഞാൻ അത് നേരിടാൻ തയ്യാറാണ് തമ്പുരാനെ. കർത്താവായ അങ്ങാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, അങ്ങാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്, അങ്ങാണിതൊക്കെ നിർവഹിക്കുന്നത്. ഞാൻ അങ്ങയുടെ ദാസി. ഇതാ എളിമയോടുകൂടെ മറിയം സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ ലോകത്തിൽ ദൈവം തൻ്റെ സ്വന്തം പുത്രനാകുന്ന ഏറ്റവും സുന്ദരമായ ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ക്യാൻവാസ് ആരാണ്? മറിയം. അത് മുട്ടത്തോടാണല്ലേ? കോഴിക്കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയുള്ള മുട്ടത്തോടാണ്. ആണോ? ദൈവദൂഷണം പറയരുത്, അരുത്. അങ്ങനെ ഒരു സംസാരം, അങ്ങനെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ കടന്നു വരാൻ പാടില്ല. മറിച്ച് ദൈവം തിരഞ്ഞെടുത്ത ഏറ്റവും മനോഹരിതയായ ക്യാൻവാസാണ്. ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ മെറ്റീരിയൽ എന്തോ, അതായത് പെയിൻ്റ് അല്ല, മറിച്ച് ആ തുണിയോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എന്നൊക്കെയാണ്. ഇത് പേപ്പറൊന്നുമല്ല, മറിച്ച് മറിയമാകുന്ന ക്യാൻവാസ്, മറിയമാകുന്ന ആ വ്യക്തിത്വത്തിലൂടെയാണ് കർത്താവായ യേശു ക്രിസ്തു പിറന്നു വീഴുന്നത്. അപ്പോൾ മറിയം അമല ഉത്ഭവയാണോ അല്ലയോ? അമലോത്ഭവയാണോ അല്ലയോ? മിണ്ടുന്നില്ലല്ലോ. അമല ഉത്ഭവ തന്നെയാണ്. ഇത് നമ്മൾ യുക്തിസഹമാണ് ഈ ചിന്ത. അതുകൊണ്ട് ഇതിങ്ങനെ വെറുതെ വെച്ച് കെട്ടി മറിയത്തെ ഇങ്ങനെ പൊക്കി പറയാൻ വേണ്ടി കൊണ്ടുവന്നൊരു സാധനമല്ല. ഇത് ദൈവം നിശ്ചയിച്ച കാര്യങ്ങളെ നമ്മളൊന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് വെച്ച് നമ്മൾ ഇങ്ങനെ കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിരിഞ്ഞു വരുന്നൊരു സത്യമാണ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സത്യമാണ്. അതിനെ നമ്മൾ നിഷേധിച്ചിട്ട് ഇവിടെ നമ്മളൊന്നും നേടാനില്ല, വെറുതെ നിഷേധിച്ച് വെറുതെ പണി ഒപ്പിച്ചു വെക്കല്ലേ എന്നാണ് പറയാനുള്ളത്. മാതാവിനെ അംഗീകരിക്കുക, മാതാവിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുക, ആ പരിശുദ്ധയായ പരമപരിശുദ്ധനായ തമ്പുരാന് ജന്മം നൽകിയ പരിശുദ്ധയായ അമ്മയുടെ പരിശുദ്ധിയെയും അവൾ അമല ഉത്ഭവയാണെന്നുള്ള സത്യത്തെയും അംഗീകരിക്കുക. അത് സമ്മതിച്ച് അമ്മയോടൊപ്പം ഇരുന്ന് ധ്യാനിക്കണം. ജപമാല അർപ്പിക്കുമ്പോൾ ആരോടൊപ്പം ഇരുന്ന് ധ്യാനിക്കണം? ആ ദിവ്യരഹസ്യങ്ങൾ ജീവിതത്തിന്റെ അകത്തളങ്ങളിലിട്ട് തൻ്റെ മജ്ജയിലും മാംസത്തിലും സന്ധിബന്ധങ്ങളിലും ആ ദിവ്യരഹസ്യങ്ങൾ ഇങ്ങനെ ധ്യാനിച്ചെടുത്തത് ആവാഹിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ കർത്താവിന് തന്നെ സമർപ്പിച്ച അമ്മയുടെ അതേ അരൂപിയോടുകൂടെ ഇരുന്നു കൊണ്ട് ജപമാല രഹസ്യം ധ്യാനിക്കുന്നവരാണോ നമ്മൾ എന്നതാണ് അവസാനത്തെ ചോദ്യം. അതാണ് ചോദ്യം. അതിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. നമ്മളെവിടെ കളിയാക്കുന്ന മറിയത്തെ, നന്മ നിറഞ്ഞവളെ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നും ബോധപൂർവം തമ്പുരാൻ ഒരുക്കി നിത്യതയിലെ ഒരുക്കി വെച്ച മറിയത്തെ സംബന്ധിച്ച ആ സത്യം ഇങ്ങനെ ലോകത്തോട് വിളിച്ചു പറയുന്നത് നമ്മളിങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. ഞാൻ ഗൗരവമായിട്ട് പറയുകയാണ്. വെറുതെ ജപമാല അർപ്പിക്കുന്നെങ്കിലേ ബോധപൂർവം അർപ്പിക്കണം. ചിലർ ജപമാല അർപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും, പരിതാപകരമാണ്. ആ ഓരോ വാക്കും അത് ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവകൃപ നിറഞ്ഞവളെ എന്ന തമ്പുരാന്റെ കയ്യൊപ്പുള്ള വാക്കാണ്. ആ വാക്ക് നമ്മുടെ അധരങ്ങളിലൂടെ വരുമ്പോൾ മാലാഖയുടെ അതേ അരൂപിയോടെ പറയാൻ കഴിയണം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് മാലാഖയുടെ വായിൽ നിന്ന് വീണ വാക്കാണ്, ദൈവത്തിൻ്റെ വാക്കുകളാണ്. ആ വാക്കുകൾ നമ്മുടെ അധരങ്ങളിലൂടെ പറയുമ്പോൾ ഉറക്കവും തൂങ്ങി എവിടെ പോയി നമ്മുടെ ചൈതന്യം? നമ്മൾ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ കർത്താവിനെ കളിയാക്കരുത്, പരിശുദ്ധമ്മയെ കളിയാക്കരുത്, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ അവഹേളിക്കരുത്. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് ആ മാലാഖയുടെ അതേ ചൈതന്യത്തോടുകൂടെ, മാലാഖ എത്രത്തോളം ആദരവോടുകൂടെ, എത്രത്തോളം മഹത്വപൂർണമായ ഒരു വ്യക്തിയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്നുള്ള ബോധത്തോടുകൂടെ, ദൈവം അംഗീകരിച്ചിരിക്കുന്ന ആ ഏറ്റവും പരിശുദ്ധന് ജന്മം നൽകാനിരിക്കുന്ന അമല ഉത്ഭവയാണെന്നുള്ള തിരിച്ചറിവോടും ബോധ്യത്തോടും കൂടെ മാലാഖ തൻ്റെ അധരങ്ങളിലൂടെ ഉരുവിട്ട് ആ വാക്കുകൾ പറയുമ്പോൾ ചെകുത്താൻ്റെ മനോഭാവത്തിലൂടെ ആയിരിക്കണം അല്ലേ?
അലസതയും ഉറക്കവും ഇങ്ങനെ അങ്ങനെ ആവരുത്. മനസ്സ് നിറയെ പറയണം. എലിസബത്ത് പറഞ്ഞതുപോലെ പറയണം. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ എന്ത് ചെയ്തെന്നാ പറഞ്ഞത്? മിണ്ടുന്നില്ല, ധ്യാനിക്കാമെന്നാണല്ലേ. അവൾ ഉദ്ഘോഷിച്ചു എന്നാണ്. ഉദ്ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിറുപിറുക്കുക എന്നാണ്. പിറുപിറുക്കുകയാണോ? ഉദ്ഘോഷിച്ചു, ലോകം മുഴുവനും കേൾക്കട്ടെ. ഈ സത്യം അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടെ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നിറഞ്ഞ്, തൻ്റെ ആ ചൈതന്യം ഇങ്ങനെ നിറഞ്ഞ്, തൻ്റെ ശരീരം മുഴുവനോടും കൂടെ, തൻ്റെ ആത്മാവ് മുഴുവനോടും കൂടെ, തൻ്റെ മനസ്സ് മുഴുവനോടും കൂടെ, പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതാണ് ഉദ്ഘോഷണം എന്ന് പറയുന്നത്. ഉദ്ഘോഷിക്കുക, വിളിച്ചു കൂവുകയാണ്, ഉറക്കെ പറയുകയാണ്, ലോകം മുഴുവനും കേൾക്കട്ടെ.